السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. صدق الله العلي العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറിവിൻ പുലരി എന്നൊരു കൂട്ടായ്മ നമ്മിൽ അല്ലാഹു കബൂലാക്കുകയും ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിജ്ഞാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്ന ഒരറിവായി, വിജ്ഞാനമായി അല്ലാഹു കബൂലാക്കുകയും ചെയ്യട്ടെ. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളതാണ്. ഭൂരിഭാഗം ആളുകളുടെയും ജീവിത ലക്ഷ്യം ഈ ഐഹിക ജീവിതത്തിലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലി എന്നതാണ് ജീവിത ലക്ഷ്യമായി മാതാപിതാക്കൾ അവനെ പഠിപ്പിക്കുന്നത്. നല്ലൊരു ജോലി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഏകദേശം ഒരു 25 വയസ്സ് വരെ അവൻ കഠിനമായ പഠനത്തിലാണ്. അക്കാലമത്രയും അവൻ പഠനത്തിന് മാത്രം ശ്രദ്ധ കൊടുക്കുന്നു. നിസ്കാരം, അതുപോലെ മറ്റുള്ളതായ ഇബാദാത്തുകൾ കൃത്യമായി നിർവഹിക്കാനോ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനോ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പഠനം പൂർത്തിയാക്കിയ ആ ഒരു വിദ്യാർത്ഥി തൻ്റെ ജീവിത ലക്ഷ്യമായ നല്ലൊരു ജോലി കണ്ടെത്തുന്നു. അവൻ വിവാഹം കഴിക്കുകയും മക്കളാവുകയും ചെയ്യുന്നതോടെ പിന്നെ അവരുടെ കാര്യവും അതിനായുള്ള ധനസമ്പാദനവുമാണ് അവൻ്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി നാടും വീടും വിട്ടുപോകാൻ വരെ അവൻ തയ്യാറാണ്. ഇതിനിടയിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ആരാധന കർമ്മങ്ങളൊക്കെ മറന്നു പോവുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ വർഷങ്ങളോളം അധ്വാനിച്ച് അയാൾ മക്കളെയെല്ലാം പഠിപ്പിച്ച് അവർക്കെല്ലാം ജോലിയാക്കി തൻ്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് ഓഹരി ചെയ്തു കൊടുത്ത് അവരെ സുരക്ഷിതമാക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിശ്രമിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു? ഇതിനു വേണ്ടി മാത്രമായിരുന്നോ അള്ളാഹു അയാളെയും നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ പരമാവധി ആസ്വദിച്ചുകൊണ്ട് മരണം വരെ സുഖിച്ച് ജീവിക്കാം എന്നതാണോ നമ്മുടെ ജീവിത ലക്ഷ്യം? നല്ലൊരു ജീവിതത്തിന് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറാവേണ്ടവരല്ലേ?
നല്ല വീടും നല്ല സമ്പാദനവുമൊക്കെ മാത്രമാണോ നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്? ഇവിടെ ഈ ഐഹിക ലോകത്ത് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ മുഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു, പരലോകത്തെ പറ്റിയാകട്ടെ അവർ അശ്രദ്ധ തന്നെയാകുന്നു. അപ്പൊ ഇവിടെ കാണുന്ന സുഖാഡംബരങ്ങളും ഇവിടെയുള്ളത് മാത്രമാണ് വലുതെന്ന് മനസ്സിലാക്കുകയും അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ പരലോകത്തെ കുറിച്ച് മറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. ഹൃദയങ്ങളും ഇച്ഛകളും ആഗ്രഹങ്ങളും ഈ ജീവിതത്തിലും അതിൻ്റെ വില കുറഞ്ഞ വിഭവങ്ങളിലും മാത്രം കേന്ദ്രീകരിക്കുകയാണ്. അത് നേടിയെടുക്കാൻ മാത്രമാണ് നാം പരിശ്രമിക്കുന്നത്. എല്ലാ ശ്രമങ്ങളും അതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരലോകത്തെ അവഗണിക്കുന്നു. അതിനാൽ വരാൻ പോകുന്നതെന്താ? നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതുപോലെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തേക്ക് ഒന്നും അവർ കൊതിക്കുന്നില്ല, നരകത്തെ അവർ ഭയപ്പെടുന്നുമില്ല. ഇത് നാശത്തിന്റെ ലക്ഷണമാണ്. പരലോകത്തെ അവഗണിക്കലാണ് അതിൻ്റെ അടിസ്ഥാനം. വഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരാണത്രേ. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്, അവനെ ഒഴിവാക്കി വിടുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? ഇതിനു വേണ്ടിയാണോ മനുഷ്യൻ അല്ലാഹു തആല സൃഷ്ടിച്ചത്? അതായത് ഒന്നും കൽപ്പിക്കപ്പെടാതെ, വിരോധിക്കപ്പെടാതെ, അവഗണിക്കപ്പെട്ടവനായി, ശിക്ഷിക്കപ്പെടാതെ, പ്രതിഫലം നൽകപ്പെടാതെ, ഇത് വെറും അർത്ഥശൂന്യമായ കണക്ക് കൂട്ടലാണ്. ഒന്നുമില്ലാതെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടേക്കും, ഇവിടുത്തെ ജീവിതത്തോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഹിക്മത്തിനോട് ഒട്ടും യോജിക്കാത്ത വിചാരമാണ് ഒരു മനുഷ്യന് ഉണ്ടായിത്തീരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. ആദ്യ മനുഷ്യനായ അബുൽ ബഷർ സയ്യിദുനാ ആദം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഇണയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും സ്വർഗത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ലംഘിച്ചപ്പോ, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമെന്നോണം അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഭൂമിയിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഖാല ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദൂ വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ ഖാല ഫീഹാ തഹയ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. ആരോടാ? സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ ഭാര്യ ഹാജർ ബിനെ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയോടും. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളായിരിക്കും.
നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്, ഒരു നിശ്ചിത സമയം വരെ ജീവിത സൗകര്യങ്ങളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയാണ്, ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കും, അവിടെ തന്നെ നിങ്ങൾ മരിക്കും, അവിടെ നിന്ന് തന്നെ നിങ്ങൾ പരലോക ജീവിതത്തിനായി പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. നാം മനസ്സിലാക്കണം, സ്വർഗത്തിൽ നിന്ന് താൽക്കാലികമായാണ് മനുഷ്യനെ അള്ളാഹു പുറത്താക്കിയത്. ആ സ്വർഗത്തിൽ തന്നെയാ മനുഷ്യൻ എത്തിപ്പെടേണ്ടത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് വീണ്ടും അവിടെ എത്തുന്നതിനായി അള്ളാഹു ഒരു പരീക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ ഐഹിക ജീവിതം. ഇവിടെ രക്ഷപ്പെടണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. അവൻ പ്രതാപിയാണ്, അവനേറെ പാപം പൊറുക്കുന്നവനാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐഹിക ജീവിതമാകുന്ന ഈ പരീക്ഷയിൽ വിജയം നേടുന്നവനാണ് സ്വർഗം ലഭിക്കുന്നത്. അതിൽ പരാജയപ്പെടുന്നവന് നരകമാണ് ലഭിക്കുന്നത്. ഐഹിക ജീവിതമാകുന്ന ഈ പരീക്ഷയിൽ വിജയം നേടി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം. അതിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യം നേടിയെടുത്തത്. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഇതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടെത്തുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലെ എന്തെങ്കിലും കാര്യങ്ങളിൽ നീ വിജയിക്കുക എന്നതല്ല യഥാർത്ഥ വിജയം. എന്നാൽ നീ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് വിജയം. എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും യഥാർത്ഥ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാതെ മറ്റെന്തൊക്കെയോ ജീവിത ലക്ഷ്യമായി കണക്കാക്കുന്നവരാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദത്തി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. ഭാര്യമാര്, അതുപോലെ അൺമക്കള്, കൂമ്പാരമായി കൂട്ടിയ സ്വർണം, വെള്ളി, മേൽത്തരം കുതിരകള്, നൽകാലി വർഗങ്ങള്, കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലാണ് മനുഷ്യർക്ക് ചെന്നു ചേരാനുള്ള ഉത്തമ സങ്കേതം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നബിയെ തങ്ങൾ പറയണം, അതിനേക്കാളും, അതായത് ഈ ഇഹലോക സുഖങ്ങളെക്കാൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇവിടെ ഉള്ള ഈ പുറത്ത് കാണുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ഉത്തമമായതെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അവർ അവിടെ നിത്യവാസികളായിരിക്കും, ഒരിക്കലും പുറത്തു പോകേണ്ട ആവശ്യമില്ല.
മാത്രമല്ല പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും. കൂടാതെ അവിടെ കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേതാ? അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാണ്. ഇതൊക്കെയും ആ സ്വർഗത്തിൽ കിട്ടാനുള്ള കാര്യങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്ന കുടുംബമാവട്ടെ, സമ്പത്താവട്ടെ, വാഹനമാവട്ടെ, മറ്റുള്ള എസ്റ്റേറ്റുകളാവട്ടെ, ഏത് കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അള്ളാഹു ആദ്യം ഏത് കാര്യങ്ങളാണെങ്കിലും അതിനോട് വലിയ താല്പര്യവും വലിയ ഇഷ്ടവും നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് അള്ളാഹു താല ഈ ആയത്തിലൂടെ ആദ്യം എടുത്തു പറയാണ്. ഇവയാണ് അധികം ആളുകളും ജീവിത ലക്ഷ്യമായി കണക്കാക്കുന്നത്. ഇതൊക്കെ നേടിയെടുത്താൽ എല്ലാം വിജയിച്ചു എന്നൊരുത്തൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവയെല്ലാം താൽക്കാലികവും നശ്വരവുമായ ഈ ഐഹിക ജീവിതത്തിലെ സുഖങ്ങൾ മാത്രമാണെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ ചെയ്യുന്നത്. അഥവാ ഇവയെല്ലാം കേവലം അനുവദനീയമായ കാര്യങ്ങൾ മാത്രമാണ്. അതിനുശേഷം മനുഷ്യരുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യമായിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അള്ളാഹു താല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? മനുഷ്യർ ജീവിത ലക്ഷ്യമായി കാണുന്ന ഇവയേക്കാൾ എത്രയോ ഉന്നതവും അനശ്വരവുമായ സ്വർഗീയ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും നേടിയതിനെയാണ് അവർ ജീവിത ലക്ഷ്യമാക്കേണ്ടതും. അവർക്ക് വേണ്ടിയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കേണ്ടതെന്നുമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഈ ഐഹിക ജീവിതത്തിലെ സുഖങ്ങൾ ജീവിത ലക്ഷ്യമായി കാണുന്നവർക്കെല്ലാം അവരുടെ ലക്ഷ്യം പ്രാപിക്കാൻ പറ്റില്ലെന്നുള്ളത് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിലെ സുഖസന്തോഷങ്ങളെല്ലാം താൽക്കാലികം മാത്രമായിരിക്കും. ഏത് നിമിഷവും അത് അവസാനിക്കുന്നതാണ്. ഏതുപോലെ ആകാശത്ത് നിന്നൊരു മഴ പെയ്തു ഭൂമിയിൽ നാനാതരം സസ്യലതാദികൾ തയച്ചു വളരുകയും ഭൂമിക്ക് ഭംഗിയും ഓടിയും കൂടുകയും ഫലമെടുക്കാറായെന്ന് ഉടമസ്ഥൻ കരുതിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ പെട്ടെന്ന് വല്ല അത്യാഹിതവും ബാധിച്ച് അവിടെ മുമ്പ് വിളയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാർ അതിലെ വിള മുഴുവൻ നശിച്ചു പോകുന്നത് പോലെയാണ് ഐഹിക ജീവിതത്തിൻ്റെ ഈ ഇഹലോക ജീവിതത്തിൻ്റെ ദുനിയാവിലെ ജീവിതത്തിൻ്റെ സ്ഥിതിയെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ മനസ്സിലാക്കണം. സുഖ സൗകര്യങ്ങളും അലങ്കാരഭൂഷണങ്ങളും കൺമുമ്പിൽ കാണുമ്പോൾ അത് വളരെ ആകർഷവും ശാശ്വതവുമായിരിക്കുമെന്ന് തോന്നും. പക്ഷേ കൺകുളിർമയായ മക്കൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കും. അങ്ങനെയായിരിക്കെ പെട്ടെന്നൊരിക്കൽ ഭർത്താവ് മരിക്കുന്നു, മക്കൾ മരിക്കുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു, മാരകമായ രോഗങ്ങൾ ബാധിക്കുന്നു. ഐഹികമായ സുഖ സൗകര്യങ്ങൾ എത്ര മഹത്തരമായിരുന്നാലും അതിന് നിലനിൽപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. താൽക്കാലികമാണ്, നശ്വരമാണ് എന്ന് നമുക്ക് ബോധമുണ്ടാകണം. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ജീവിത ലക്ഷ്യമായി കാണാതെ അത്യുത്തമമായ പരലോക ജീവിതത്തെ ജീവിത ലക്ഷ്യമായി കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ വലിയ വിജയത്തിൽ എത്തിച്ചേരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മരണമെന്ന് പറയുന്ന വലിയ പ്രതിഭാസം നമ്മെ പിടികൂടുന്ന സമയം വരേക്കും അള്ളാഹുവിൻ്റെ താഴത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്. യഥാർത്ഥ ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയ ഒരാള് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യത്തിലും വീഴ്ച വരുത്തില്ല. അവൻ തൻ്റെ ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും ഒഴിവാക്കുകയില്ല. കുടുംബത്തിൽ വിവാഹമോ മറ്റെന്തെങ്കിലും വിശേഷമോ വന്നാലോ അല്ലെങ്കിൽ യാത്ര
യാത്രക്കാരനായാലോ അവൻ നിസ്കാരം ഖളാ ആക്കാതെ സൂക്ഷിക്കും. കാരണം അത് അള്ളാഹു തൻ്റെ മേൽ നിർബന്ധമാക്കിയതാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ തൻ്റെ ജീവിത ലക്ഷ്യമായ സ്വർഗപ്രവേശനം സാധ്യമാകൂ. അതിനുവേണ്ടി എല്ലാ നന്മകളും ചെയ്യാൻ അവൻ ശ്രമിക്കും. അവൻ ഒരു നിമിഷം പോലും പാഴാക്കാനുണ്ടാവില്ല. അവൻ എപ്പോഴും ഇബാദത്തിലായിരിക്കും. അഥവാ അവൻ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അള്ളാഹുവിനെ പൊരുത്തം ഉദ്ദേശിച്ചായിരിക്കും. ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നതും അവർക്ക് ചെലവ് കൊടുക്കുന്നതും കുടുംബക്കാരെ സന്ദർശിക്കുന്നതും സഹായിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും ഭർത്താവിനെ സ്നേഹിക്കുന്നതും സേവനങ്ങൾ ചെയ്യുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതും അതിൽ സഹായിക്കുന്നതും ആളുകൾക്ക് നന്മകൾ ചെയ്യുന്നതും എന്തിന് ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കും ചെയ്യുക. സ്വർഗത്തിൽ കടക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയും പല കാര്യങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യമാക്കുകയും അങ്ങനെ നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്നത്. മറ്റു പലതുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പരലോകത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും ഇഹലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവണം. ആ നിലക്ക് പരലോകത്തെ അറിഞ്ഞ് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശാന്തി സമാധാനം നൽകുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ഒരുപാട് രോഗത്തിൽ കുടുങ്ങി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ശമനം നൽകുമാറാകട്ടെ. അവരുടെ രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന വസിയത്തോടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.